അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പക്ഷെ എടുത്തു വന്നപ്പോൾ ഒരുപാട് ലെങ്ത് ഉണ്ട്. എനിക്ക് എത്ര നോക്കിയിട്ടും ഇതൊരു 60 സെക്കൻഡ്സിൽ ഒതുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല നല്ല ക്ലിപ്സ് ഒന്നും ആഡ് ചെയ്യാനോ അങ്ങനെ ഒന്നും കൊണ്ട് സെറ്റ് ആവുന്നില്ല. എനിക്കാണെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ ലോങ് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല കേട്ടോ. നമ്മുടെ മറ്റേ ടൈപ്പിൽ എടുക്കാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി സാരില്ല, എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും കൂടി നിന്ന് നിപ്പാലെ പോകുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ. അതായത് എൻ്റെയൊക്കെ മാമൻ്റെ വീട് എന്നാണ് നമ്മൾ പറയാറ് അമ്മ വീടിനെ കേട്ടോ. അപ്പം അങ്ങോട്ടാണ് പോണത്. അപ്പം മൈലാഞ്ചിക്കാടാണ്. അപ്പം നമ്മുടെ വീട് ചാത്തന്നൂരാണെങ്കിൽ പിറ്റത്തെ സ്റ്റോപ്പ് വിൻചാറിൻ്റെ വീടാണ് വെള്ളടിക്കുന്നത് പറഞ്ഞിട്ട്. അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് മൈലാഞ്ചിക്കാട് എന്ന് പറയും. അപ്പോൾ അവിടെയാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്, എൻ്റെ മാമൻ്റെ വീട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മൈലാഞ്ചിക്കാട് സെൻറ്ററിൽ നിന്ന് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാട്ടോ. അപ്പോൾ 2 വഴിയുണ്ട് കേട്ടോ. ഇതാണ് ഒരു വഴി, മറ്റേത് ശരിക്കും മാമൻ്റെ വീട്ടിലേക്കുള്ളത്. ഇത് വേറെ വീട്ടിലേക്കുള്ള വഴിയാണ്. പക്ഷെ നമ്മൾ 2 വഴിയും പോവാറുണ്ട്. ആ വഴിക്ക് പാകം അടഞ്ഞു. കാരണം ആൾതാമസം ഇപ്പം മാമൻ്റെ വീട്ടിൽ ആരും ഇല്ല. കാരണം ഒരു മാമ ഗൾഫിലാണ്, പിന്നെ ഒരു മാമ അപ്പുറത്ത് വേറെ വീട് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മാമതെ വിൻചാട്ടിൻ്റെ അവിടെയാണ് ഒരു മാമയുടെ വീട് കിട്ടുക. അപ്പം അമ്മമ്മ ഇപ്പം അവിടെ വിൻചാട്ടിൻ്റെ അവിടെയുള്ള മാമയുടെ വീട്ടിലാണ് ഇപ്പം അമ്മമ്മ ഉള്ളത് കേട്ടോ. അവിടെ ഇപ്പം ആരും ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എന്താ പോകണമെന്ന് വെച്ചാൽ ചുമ്മാ പോവാണ്. കാരണം ആദർശമൊക്കെ വന്നിട്ടുണ്ട്. ആദർശ് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാട് പിടിച്ച് കിടക്കണ കാരണം തന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ ശരിക്കും ഒരു കാട്ടിലേക്ക് പോയ ഫീലായിരുന്നു. മറ്റേ ഇങ്ങനെ ഡ്രസ്സുമൊക്കെ പൊത്തി പിടിച്ച് ഇങ്ങനെ ഒരു സംഭവം കായിരിക്കില്ല, അതൊക്കെ കയറിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാമൻ്റെ വീട്. കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഒരു വണ്ടി നമ്മുടെ ബൈക്ക് പോകാനുള്ള വഴി തന്നെ ഉള്ളൂ കേട്ടോ. കാറൊന്നും പോവില്ല. പക്ഷെ മാമൻ പണ്ട് ഓട്ടോയൊക്കെ ഇങ്ങോട്ട് കയറ്റിയിരുന്നു ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടാ. അപ്പോൾ ഇതേ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ മൊത്തം പറമ്പ് അലങ്കോലായിട്ടൊക്കെ എടുക്കണത്, ആരും നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ വീട് അമ്മമ്മ വന്നിട്ട് വീക്കിലി വന്നിട്ട് ക്ലീൻ ആക്കാറുണ്ട് വീടിൻ്റെ ഉൾഭാഗം കേട്ടോ. പിന്നെ ഈ മിറ്റൊക്കെ ഒന്ന് അടിച്ചിടാട്ട് ചെയ്യാറ്. ഇപ്പം അമ്മമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വരില്ല. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥലം, അതായത് മാമൻ്റെ വീടിൻ്റെ നേരെ ബാക്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ആണ് നമുക്ക് തന്നിട്ടുള്ള സ്ഥലം. അതായത് നമ്മുടെ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ സ്ഥലം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു വീട് വെക്കാട്ട് അമ്മ. അപ്പം അത് ഒരു 3 വർഷം മുന്നേ തന്നിട്ടുള്ളതാട്ടോ ഈ ഒരു സ്ഥലം. ഇവിടെ നമ്മൾ വീട് വെക്കാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. ഇതാണ് കേട്ടോ, നല്ലൊരു സ്ക്വയർ പീസ് 10 സെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട് വെക്കാനുള്ള പ്ലാനിൽ തന്നെ ഒരു 3 വർഷം മുൻപ് ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മളിത് കിണർ വരെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പോഴൊന്നല്ല കേട്ടാ, 3 വർഷം മുൻപാട്ടാ. തേജുവിന് 1 വയസ്സ് 1.5 വയസ്സാണ്ട് ഉള്ളപ്പോഴാണ് നമ്മളിവിടെ കിണർ കുത്തിയിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് നിർഭാഗ്യം വെച്ചാൽ ഇവിടെ വീട് വെക്കാൻ പറ്റിയില്ല കേട്ടോ. വേറെ ഒന്നല്ല, ഈ ഒരു വഴിയുടെ പ്രശ്നം തന്നെ. നമ്മളിപ്പോൾ വന്ന വഴി കണ്ടുവല്ലോ നിങ്ങൾ. നമുക്ക് നടന്നോ അല്ലെങ്കിൽ ഒരു ബൈക്ക് വരാനുള്ള ഇതുള്ളൂ. പക്ഷെ വഴി വരും, കാലക്രമേണ അവിടെ വഴി വരും. പക്ഷെ നമുക്ക് അത്രയും കാത്ത് നിൽക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല. പിന്നെ നമുക്ക് ഈ ഒരു വഴിയുടെ പ്രശ്നം തന്നെ. അപ്പം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വീടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ അവിടെ കണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്ത് മുൻപേ ഉള്ള ഒരു വീടാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് മാമയുടെ വീടുണ്ട്. അപ്പം അടുത്തടുത്ത് 2 വീടൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഏരിയയിലുള്ള പോലത്തെ ഒരു ചുറ്റുവട്ടമല്ല. പിന്നെ ഒന്നാമത് ആളനക്കം കുറവാണ്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വീട് വെക്കാന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് ഇപ്പം ഇത് തറവാടാണ്. ഈ തറവാട് ഒരു മാമൻ, ഇപ്പോൾ ഗൾഫിലുള്ള മാമൻ, അവരവിടെ സെറ്റിൽഡാണ്. മാമനും അമ്മായി ഉണ്ണോളൊക്കെ അവിടെയാണ്. അവരൊക്കെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ വീട് പൊളിച്ച് ഇവിടെ വെക്കും. അപ്പോൾ അടുത്തൊരാൾ, ഇവർ 3-4 വീടുകളുണ്ട് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വെക്കാമെന്നൊരു പ്ലാൻ ഇട്ടത്. പക്ഷെ നമുക്ക് ഈ വഴിയുടെ പ്രശ്നം, ഇപ്പോൾ എത്രയായാലും ഒരു കാറ് വരാനുള്ള ഒരു വഴി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ധൈര്യത്തിൽ ഒരു വീട് പണി തുടങ്ങുകയാണെങ്കിൽ പോലും ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആദർശം നോക്കട്ടെ. കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ടോർച്ച് അടിച്ചിട്ടാണ് ആദർശിൻ്റെ വീടിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ അവിടെ ഒരു കാറ് വരേണ്ട ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വീട് വെച്ചിട്ട് കാര്യമുള്ളൂ നമുക്ക് പിന്നെ തോന്നി. വേറെ ഒന്നല്ല, നമ്മൾ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കല്ലിറക്കണം, മണ്ണിറക്കണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ടാസ്ക് ആവുമെന്ന് മനസ്സിലാക്കി നമ്മൾ വേറെ വഴിയിലൊക്കെ നോക്കി. പക്ഷെ സെറ്റായില്ല. പിന്നെ നമുക്ക് തോന്നി വേണ്ട, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും കിണർ കുത്തി അവിടെ ഇട്ടേന്ന് വിചാരിച്ച് നമ്മൾ ആ സ്ഥലം അവിടെ ഇടാട്ടെ ചെയ്തത്. പിന്നീടാണ് നമ്മൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ട്, പിന്നെ ഇപ്പോഴാലോ നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് വീട് വെച്ചത്. 3 വർഷം നമ്മൾ ആ സ്ഥലം വാങ്ങാനും വീട് വെക്കാനുള്ള കഷ്ടപ്പാടിനുള്ള ഒരു സമയമായിരുന്നു ആ 3 വർഷട്ട. അതായത് ഞങ്ങളിവിടെ വീട് പണി തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ട് ഇന്നൊന്നലെ തുടങ്ങിയതൊന്നല്ല കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 വർഷമായപ്പോഴേക്കും നമ്മൾ പുതിയ വീട് വെക്കാൻ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സേവിങ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഇന്നൊന്നലെയോ പെട്ടെന്ന് പ്ലാൻ ഇട്ട് വെച്ച വീടൊന്നും അല്ല കേട്ടോ നമ്മുടെ വീട്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് വെച്ചേക്കുന്നതാണ് നമ്മൾ
നമ്മൾ ഈ വീട് ഏകദേശം ഒരു 4-4.5 വർഷത്തെ ഒരു ആഗ്രഹവും കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന വീടിന്. പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അമ്മമ്മ ഇതേ വന്ന വഴിക്ക് അവിടെ ക്ലീനിങ് തുടങ്ങിയിട്ട് ഞാനും ആരും ആദർശം കട്ട പോസ്റ്റായിരുന്നു. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം അമ്മ അതിൽ പൊടിയും കരടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അതേ മുറ്റം മൊത്തം അടിച്ചു കൂട്ടാ ഈ ഒരു നേരം കൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ നല്ല നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മമ്മോട് ചോദിക്കാനൊന്നും നിന്നില്ല. എനിക്ക് ആവശ്യമുള്ള ചെടികളും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ അവിടെ ഇത് നമ്മൾ ആദ്യം പൂച്ചവാൽ ചെടി എന്നൊക്കെ ആയിട്ടാണ് പറഞ്ഞിടുന്നത്. അതിങ്ങനെ ഒരുപാട് നിൽക്കുന്നുണ്ട്. സംഭവം അതൊന്നും നോക്കണില്ല. ഇത് ഇവിടുത്തെ അല്ലാട്ടോ, നമ്മുടെ അപ്പുറത്തെ വീടൊക്കെ ഞാൻ കാണിച്ചതില്ലേ, മാമയുടെ വീട് വേറൊരു വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്കൊക്കെ നമ്മൾ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇതേക്ക് ഈ ഒരു ചെടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൂച്ചവാൽ ചെടി എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇതിന് വല്ല വേറെ എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന്ന് നല്ല ഭംഗിയുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് വെറുതെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ നടന്ന് പറക്കി പൊട്ടിച്ചെടുത്ത ചെടികളാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ളത്. പിന്നെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ അടുത്തുള്ളവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നേരെ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മയുടെ കൂടെ ഇങ്ങോട്ട് കേട്ടോ വീട്ടിലേക്ക് അമ്മമ്മയ്ക്ക് ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരൊക്കെ വരും. അമ്മമ്മ അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചിമാർ അവരൊക്കെ ആരെങ്കിലും കാഴ്ചയിലൊക്കെ വന്നിട്ട് അമ്മമ്മയുടെ കൂടെ വന്നിട്ടായിട്ട് വീടിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക. അപ്പം ഇന്ന് അമ്മയായിട്ടാണ് വന്നത്. അപ്പോൾ അമ്മേനെ അതേ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടാ, അമ്മേനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. അമ്മ പോകുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ വന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ 2:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അമ്മമ്മയുടെ അവിടേക്ക് പോയി അവിടെയൊക്കെ ക്ലീൻ ആക്കി. പിന്നെ അമ്മേനെ നമ്മൾ വരുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സ് എടുക്കാനുള്ള പ്ലാനിലായതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ മുൻപ് വീട് വെക്കാൻ വിചാരിച്ച സ്ഥലം എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ. എത്രയായാലും തറവാട് സ്ഥലമാണല്ലോ, തറവാട്ടിൽ നിന്ന് തന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളത് അവിടെ അങ്ങനെ പെട്ടേക്കാണ് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.